ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ രമ്യ. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഡെൻഡ്രോബിയം ഓർക്കിഡിനെ കുറിച്ചാണ്. സ്പീഷീസ് ഓർക്കിഡാണ് വരുന്നത്. പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന ഡെൻഡ്രോബിയം പരിഷി 6i എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്ന നല്ല വെറൈറ്റിയായ സുന്ദരിയായ ഓർക്കിഡാണ് പരിഷി 6i എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ഓർക്കിഡ് കളക്ട് ചെയ്യുന്നവരുടെ അടുത്തൊക്കെ അല്ലെങ്കിൽ നല്ല നല്ല വെറൈറ്റീസ്, സ്പെഷ്യൽ വെറൈറ്റീസൊക്കെ കളക്ട് ചെയ്യുന്നവരുടെ അടുത്ത് പരിഷി കാണാൻ സാധ്യതയുണ്ട്. ഇത് പരിഷിയുടെ തന്നെ 6i എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. പരിഷി ഓർക്കിഡിനെ സാധാരണയായിട്ട് കലിസ്റ്റ എന്നും പറയാറുണ്ട്. അപ്പോൾ പരിഷിയിൽ തന്നെ ഒരു ഇത്തിരിയും കൂടി പരിഷ്കരിച്ച ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ പരിഷി 6i എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ നമ്മുടെ പരിഷി ഓർക്കിഡിനെ ഒരു ലൈറ്റ് പേൾ പിങ്കും അതിൻ്റെ സെൻറ്ററിലായിട്ട് നല്ല ഡീപ്പായിട്ടുള്ള പർപ്പിൾ കളർ ലിപ്പുമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വെറൈറ്റിക്ക് ഒരു 6 ലിപ്പുള്ള പോലെയാണ് നമുക്ക് കാഴ്ചയിൽ തോന്നുക. ഒരു ലിപ്പാണെങ്കിലും ബാക്കി 2 പെറ്റൽസിലും കൂടി നല്ല ഡാർക്കായിട്ടുള്ള 3 ലിപ്പുകൾ പോലെയുള്ള ഭാഗമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വെറൈറ്റിക്ക് പരിഷി 6i എന്ന് പേര് വന്നിട്ട്. സാധാരണ ഡെൻഡ്രോബിയം കളക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധാ ഡെൻഡ്രോബിയം പോലെയല്ല ഈ പരിഷി എന്ന് പറയുന്നത് ഒരു ഡെസിഡിയോസ് സ്പീഷീസാണ്. അതായത് ഇല പൊഴിയുന്ന കാറ്റഗറിയിൽ പെടുന്ന ഡെൻഡ്രോബിയം. അപ്പോൾ നമ്മളുടെ സാധാ ഡെൻഡ്രോബിയൊക്കെ അങ്ങനെ ലീഫ് പൊഴിഞ്ഞു പോകുന്നതല്ല. ഈ ഒരു വെറൈറ്റികൾ ഇപ്പോൾ എന്താ പറയുക നൊബൈൽ ഒക്കെ പോലെ തന്നെയുള്ള വെറൈറ്റീസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഒരുപാട് ഇതേപോലെ ലീഫ് പൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാറില്ല. ഈ ഒരു വെറൈറ്റിയിൽ ലീഫ് പൊഴിഞ്ഞു പോയതിന് ശേഷം ഇതിൻ്റെ തണ്ടുകൾ, അതായത് ആ കെയിനൊക്കെ മെച്ചേർഡ് ആകുമ്പോഴാണ് അല്ലെങ്കിൽ ലീഫ് പൊഴിഞ്ഞതിന് ശേഷമാണ് തണ്ട് മെച്ചേർഡായിട്ട് അതിൽ ബഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റുകൾ നോക്കിയാൽ കാണാം സൈഡിൽ നിന്നൊക്കെ പുതിയ ഷൂട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതേപോലെ നല്ല ഗ്രീനായിട്ട് വളർന്ന് വന്ന് ആ തണ്ട് അതിൻ്റെ കെയിൻ ഒന്ന് മെച്ചേർഡ് ആകുമ്പോഴാണ് അത് ലീഫുകളൊക്കെ പൊഴിഞ്ഞു പോയി ഇതേപോലെ ബഡുകളൊക്കെ പുതുതായിട്ട് വന്നിട്ട് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വർഷത്തിൽ ഒരു തവണയാണ് സാധാരണയായിട്ട് ഡെൻഡ്രോബിയം പരിഷി ഫ്ലവർ ചെയ്യുന്നത്. ഇപ്പോൾ പരിഷിയുടെ ചില വെറൈറ്റികൾ ഇത്തിരി മണമുള്ളതാണ്. നമ്മുടെ ഈ ഒരു 6i എന്ന് പറഞ്ഞ വെറൈറ്റിക്ക് പ്രത്യേകിച്ച് ഒരു എടുത്ത് പറയാൻ മാത്രം സുഗന്ധമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. നോർമലി ഇതേപോലെ ഇല പൊഴിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡുകൾ നമ്മൾ വുഡ് മൗണ്ട് ചെയ്ത് ഹാങ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പോൾ കാണുന്ന നമുക്ക് പ്ലാന്റ് വരുമ്പോൾ തന്നെയുള്ള ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് മരത്തിൽ പോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു സെയിം ഇതിൽ തന്നെ നമുക്ക് നിർത്തുകയോ ചെയ്യും. ഡെൻഡ്രോബിയം ഓർക്കിഡിൽ നിന്ന് മറ്റുള്ള ഡെൻഡ്രോബിയം ഓർക്കിഡിൽ നിന്ന് ഒരു ഇത്തിരി വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ചൂടുള്ള സമയത്താണ് നമ്മുടെ പരിഷി ഓർക്കിഡുകൾ നന്നായി ഫ്ലവർ ചെയ്യുന്നത്. ബാക്കി സമയത്ത് അവരെ ഗ്രോത്തിന് ശ്രദ്ധ കൊടുക്കുമ്പോൾ ഈ ഒരു സമയത്ത് ലീഫുകളൊക്കെ പൊഴിഞ്ഞ്, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നനയൊക്കെ ഒന്ന് പരമാവധി കൺട്രോൾ ചെയ്യുക. വളരെ ശ്രദ്ധിച്ച് മാത്രം നനയ്ക്കുക. എന്നിട്ട് അത്രയും ഒരാഴ്ചയിൽ 1-2 ദിവസം മാത്രം നനച്ചിട്ട് അവരെ ഫ്ലവറിങ്ങിന് വേണ്ടി പ്രിപ്പയർ ആക്കുകയാണ് ചെയ്യുന്നത് പ്ലാന്റ്. അപ്പോൾ ഒരു ഡോർമൻസി സ്റ്റേജാണ്, ലീഫൊക്കെ പൊഴിഞ്ഞു പോയി ഡോർമൻ്റ് ആവുന്ന സ്റ്റേജാണ് അത്. ആ ഒരു സമയത്താണ് കെയിൻ മാത്രമായിട്ട് നിൽക്കുന്ന സമയത്താണ് പരിഷി ഓർക്കിഡ് ബഡുകൾ പുറത്തോട്ട് വരുന്നതും ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യും. ഡെൻഡ്രോബിയം പരിഷി 6i's വിത്ത് ബഡ് ഓർ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. വേണ്ടവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.